അത് ഇപ്പൊ ഇതിൽ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരെ തിയറി ഹെൻറി പറഞ്ഞ പ്ലെയർ അത്രയും വലിയ സ്ട്രൈക്കറാ. ആസ്നലിൽ തന്നെ കാലത്ത് മികച്ച സ്ട്രൈക്കറിൽ ഒരാൾ. അതായത് ആ ഒരു ട്രാൻസ്ഫർ അതിലേക്ക് നമ്മൾ കിടക്കില്ല, ട്രാൻസ്ഫറിന്റെ സംഭവത്തിൽ കിടക്കുന്നില്ല. ആ സംഭവം മാത്രം പറയാം. അതായത് ഒരു അത്രയും വലിയ സ്ട്രൈക്കറായിട്ടുള്ള തിയറി ഹെൻറിയുടെ മൊത്തം ക്ലബ് കരിയർ ഗോളുകൾ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 411 ഗോളുകളാണ്. സാധാരണ പ്ലേയേഴ്സ് ഒക്കെ 30 വയസ്സിന് ശേഷം എന്താണ് ക്ഷയിച്ചു പോകും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? മിക്കവാറും മുമ്പ് മെസ്സി ഫാൻസ് ഒക്കെ പറഞ്ഞത് റിട്ടയർമെന്റ് ലീഗുകൾക്കോ അല്ലെങ്കിൽ പൈസ കണ്ടിട്ട് അവർക്ക് ചാടുന്നുള്ള. പക്ഷെ നേരെ മറിച്ച് റൊണാൾഡോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ ഗോയിങ്. ഇപ്പൊ നമ്മളിപ്പോൾ പറയും അൽ നാസറിലല്ലേ, അല്ല പോർച്ചുഗൽ കളിക്കുന്നുണ്ട്. ഏത് ടീമിൽ റൊണാൾഡോ കളിക്കണം, റൊണാൾഡോ ഇപ്പോഴും ആപ്റ്റ് ആണെന്നുള്ളത് റൊണാൾഡോ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ 413 ഗോളാണ് ക്ലബ് കരിയറിൽ എന്താണ് 30 വയസ്സിന് ശേഷം. അതേസമയത്ത് തിയറി ഹെൻറി എന്ന് പറഞ്ഞാൽ 411 ഗോള് മൊത്തത്തിൽ ക്ലബ് കരിയറിൽ മൊത്തം. അതിൽ വിട്ടുന്നില്ല ആഡ് ചെയ്യണ്ട. റൊണാൾഡോ ഈ പറഞ്ഞ മാതിരി 30 വയസ്സിന് ശേഷം റൊണാൾഡോ ഒരു ടെർമിനേറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ ആണെന്ന് പറയാം. കാരണം അത്രക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്റെ 100% ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ഇത്രക്കും ഉള്ള വേറൊരു പ്ലെയർ ഇല്ല എന്നുള്ള സത്യമാണ്. അപ്പോ ആ രീതിയിലുള്ള റിസൾട്ടും അതിന് കാണും. വളരെ 30 വയസ്സാകുമ്പോൾ തന്നെ എല്ലാവരും ഒരുമിച്ച് ചേച്ചി വേറെ വേറെ രീതിക്കും. പക്ഷെ റൊണാൾഡോ ഇപ്പോഴും ആ ഒരു ഹൈ ലെവൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. റൊണാൾഡോന്റെ ബോഡി തന്നെ എന്താണ് എക്സാമിൻ ചെയ്ത ഡോക്ടർ പറഞ്ഞത് കേട്ടില്ല, എന്താണ് 18 വയസ്സായിരുന്ന ശരിയാണ് ആ ബോഡി. അപ്പൊ അതാണ് ആ ലെവലിൽ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ റൊണാൾഡോക്ക് അതുണ്ട്. അതുകൊണ്ട് റൊണാൾഡോ ഇത്രയധികം സക്സസ്, ഇത്രയധികം ഗോൾസ് അച്ചീവ് ചെയ്ത് ഇനിയും ഗോൾസ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൊണാൾഡോ ഇന്നും സ്കോർ ചെയ്യും. ഇന്നലെ സ്കോർ ചെയ്തിരുന്നു, ഇന്ന് സ്കോർ ചെയ്യും, നാളെയും സ്കോർ ചെയ്തുകൊണ്ടിരിക്കും.